നമസ്കാരം. ഇവിടെ പിണറായിയുടെ പോലീസ് കാണിച്ചു കൂട്ടുന്നത് എന്താണ്? എന്തും ചെയ്യാനുള്ള അധികാരം, ലൈസൻസ് അത് ഈ പിണറായി അദ്ദേഹത്തിൻ്റെ പോലീസിന് നൽകിയത് എന്തുകൊണ്ടാണ്? അങ്ങനെ ആ പോലീസ് നൽകിയ അത്തരത്തിലുള്ള അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്ന നേതാക്കന്മാരെ അടക്കം തപ്പിയെടുത്ത് ജയിലറകളിലേക്ക് ആക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ആ പിണറായി വിജയൻ പോലീസിൻ്റെ മേന്മ എന്ന് പറയപ്പെടുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ അസമയത്ത് വീട്ടിലെത്തിയ അമ്മയുടെയും സഹോദരിയുടെയും മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്ത് ജയിലിലടച്ചപ്പോൾ സമാധാനമുണ്ടായത് ആർക്കാണ്? പിണറായി വിജയനാണോ? ആണ് എന്ന് തന്നെ കരുതേണ്ടി വരും. കാരണം വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതിനു ശേഷം ആ ഡിവൈഎഫ്ഐക്കാരൻ നാട്ടിലിറങ്ങി വിലസി നടക്കുമ്പോൾ ഇവിടെ ആ വണ്ടിപ്പെരിയാറിലെ കുട്ടിക്ക് വേണ്ടി പോരാടിയ യൂത്ത് കോൺഗ്രസ്സുകാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ജയിലറയിലാണ്. നീതി തേടി എത്തുന്നവനെ ജയിലറയിലേക്ക് അയക്കുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ വക്താവായി മാറുന്നു പിണറായി വിജയൻ. ആർക്കും ഇവിടെ പ്രതിഷേധിക്കുവാനുള്ള അവസരങ്ങളില്ലേ? ആർക്കും ഇവിടെ പ്രതികരിക്കുവാനുള്ള അവസരങ്ങളില്ലേ? സമരം ചെയ്യുന്നവൻ എന്തുകൊണ്ടാണ് ജയിലറകളിലേക്ക് പോകേണ്ടി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്? നാശനഷ്ടങ്ങൾ വരുത്തുന്നതിൻ്റെ പേരിലാണ് എങ്കിൽ, പൊതുമുതൽ നശിപ്പിക്കുന്നതിൻ്റെ പേരിലാണ് എങ്കിൽ ജയിലറകളിലേക്ക് പോകേണ്ട മഹാരഥന്മാർ മന്ത്രിമാരായി നിങ്ങളുടെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടല്ലോ പിണറായി. അവരെ ആദ്യം നിങ്ങൾ ജയിലിലേക്ക് അടയ്ക്കൂ, അവരെ ആദ്യം നിങ്ങൾ ജയിലിലേക്ക് അയക്കൂ. അതിനുശേഷമല്ലേ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്തുമ്പോൾ, പ്രതിഷേധം നടത്തുമ്പോൾ, പ്രതികരിക്കുമ്പോൾ അവനെ പിടിച്ച് അസമയത്ത് വീട്ടിൽ നിന്നും ഉയർത്തി ജയിലറകളിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ്റെ സർക്കാരും. നാണമില്ലാത്തൊരു സർക്കാരായി മാറുകയാണ്. ഇവിടെ വണ്ടിപ്പെരിയാറിലെ കുട്ടിയെക്കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരി കുട്ടി കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. മറന്നിട്ടില്ല ജനങ്ങൾ, മറക്കില്ല ഒരിക്കലും. പക്ഷേ ആ പൊതുജനത്തിന് ചിലപ്പോൾ അത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയാതാകുമ്പോഴാണ് യുവജനങ്ങൾ ഒരു സംഘടനയായി മാറി ആ സംഘടന ഈ പാവപ്പെട്ട അച്ഛനും അമ്മയ്ക്കും വേണ്ടി, ആ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർ മുന്നോട്ട് വരുന്നതും സമരം ചെയ്യുന്നതും പ്രതിഷേധിക്കുന്നതും. ആ പ്രതിഷേധങ്ങളെപ്പോലും കണ്ടില്ല എന്ന് നടിക്കുന്നവർ, ഈ 6 വയസ്സുകാരിയെ കെട്ടിത്തൂക്കി എന്ന് പറയപ്പെടുന്നിടത്ത് ആ ഡിവൈഎഫ്ഐക്കാരൻ കൊലപാതകിയാകുന്നത് എന്തുകൊണ്ടാണ്? ആ ഡിവൈഎഫ്ഐക്കാരൻ നാട്ടിലിറങ്ങി വിലസി നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ ഇവിടെ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ സംവിധാനങ്ങൾ അത്രത്തോളം അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടല്ലോ, ജോർജ് സാറിൻ്റെ കൈവെട്ടിയവൻ എവിടെയായിരുന്നു 13 വർഷക്കാലം? കണ്ണൂരിലെ മട്ടന്നൂരിൽ പാർട്ടി ഗ്രാമങ്ങളിൽ എവിടെയോ അടയിരിക്കുകയായിരുന്ന സവാദ് എന്ന് പറയപ്പെടുന്ന PFIക്കാരനെ, പോപ്പുലർ ഫ്രണ്ടുകാരനെ ആരാണ് അവൻ അന്നം കൊടുത്തത്? ആരാണ് അവനെ ഇങ്ങനെ മറച്ചിരുത്തിയത്? 13 വർഷക്കാലം ഒളിവിലിരുത്തിയത്? ഇവിടുത്തെ പോലീസിൻ്റെ സംവിധാനങ്ങൾ ശരിയായതുകൊണ്ടാണോ? അവനെ പിടിക്കാൻ കഴിയാതായി പോയത് എന്തുകൊണ്ടാണ്? ഉന്നത നേതാക്കളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന സവാദിനെ പോലീസുകാർക്ക് പിടിക്കാൻ കഴിയില്ല. കാരണം അതിന് പിന്നിൽ ആരാണുള്ളത്? ഇവരെ സംരക്ഷിക്കുന്നത് ആരാണ്? സവാദിനെ സംരക്ഷിച്ചിരുന്നത് ആരാണ്? പാർട്ടി ഗ്രാമങ്ങളിൽ അന്തി ഉറങ്ങുന്ന തരത്തിലേക്ക് സവാദ് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായും പാർട്ടിയുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന് തന്നെയല്ലേ കണക്കാക്കേണ്ടത്? അതുകൊണ്ട് പിണറായിയുടെ പോലീസിന് പിണറായിയുടെ ഗ്രാമത്തിൽ നിന്ന് ഒരിക്കലും ആരെയും പിടിക്കാൻ കഴിയില്ല, അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിന് ദേശീയ അന്വേഷണ ഏജൻസികളുണ്ട്. അവർക്കാരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല. അന്തംകമ്മികളാണെന്നോ പോപ്പുലർ ഫ്രണ്ടുകാരനാണെന്നോ നോക്കേണ്ട ആവശ്യമില്ല. പൊക്കിയിരിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആ സവാദിനെ പൊക്കുന്നതിന് ദേശീയ അന്വേഷണ ഏജൻസി വന്നു. എന്തുകൊണ്ടാണ് സവാദിനെ പൊക്കേണ്ടി വന്നത്? 13 വർഷത്തിന് മുൻപ് ചെയ്തു കൂട്ടിയ അപരാധത്തിൻ്റെ പേരിൽ ഒളിവിലായിരുന്ന 1-ാം പ്രതിയെ ആര് സംരക്ഷിച്ചു? അതാർക്കും അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ പകരം ഇവിടെ വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊല ചെയ്ത് കെട്ടിത്തൂക്കിയ ഡിവൈഎഫ്ഐക്കാരൻ ഇവിടെ സുഖിച്ച് പുറത്ത് നടക്കുമ്പോൾ അവനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എത്തുന്ന ആ രക്ഷിതാക്കൾക്ക് ഒരു അഭയകേന്ദ്രമായി അവരോടൊപ്പം നിൽക്കുന്ന സംഘടനയുടെ നേതാക്കളെ രാഖി രാമാനം വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതാ 3-ാം നാൾ ജയിലറയിൽ അതേ അനുഭവങ്ങൾ പങ്കിടുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വം. ആ യുവജന നേതാവ് ചിലപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈലേജ് ഇനിയും കൂടിയേക്കാം. അതുണ്ടാക്കി കൊടുത്തതും ഈ പിണറായി വിജയൻ തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഏതെങ്കിലും തരത്തിൽ
എവിടെയെങ്കിലും ഒന്ന് മുന്നേറിയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിപ്പെരിയാറിലെ സമരവുമായിട്ടാണെന്ന് ഇനി നമുക്ക് പറയേണ്ടി വരും. കാരണം അതുണ്ടാക്കി കൊടുത്തതും അത്തരത്തിലൊരു പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുത്തതും ഈ പിണറായി വിജയൻ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കട്ടെ, പ്രതിഷേധിക്കുന്നവനെ, പ്രതികരിക്കുന്നവനെ, സമരം ചെയ്യുന്നവനെ നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ ജയിലറകളിൽ അന്തി ഉറക്കും? എത്ര നാൾ നിങ്ങൾക്കിങ്ങനെ ഇവരെ പിടിച്ചു നിർത്താൻ പറ്റും? എത്ര നാൾ നിങ്ങളിങ്ങനെ വീടുകൾ കയറി ഇറങ്ങി സമരം ചെയ്യുന്നവനെ ഈ ആഭാസ രീതിയിൽ പോലീസിൻ്റെ ഈ നരവേട്ട നടത്തി ജനങ്ങളെ എത്ര നാൾ ഇങ്ങനെ പിഴിഞ്ഞു നിർത്താൻ പറ്റും? നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ നെറികേടുകൾക്ക് നിങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന വലിയൊരു ജനസഞ്ചയം ഉണ്ടാകാൻ പോകുന്നു. അവർ നിങ്ങൾക്കെതിരെ വരിക തന്നെ ചെയ്യും, ഇന്നല്ലെങ്കിൽ നാളെ.